പോവാന്ന് പറഞ്ഞപ്പോ പിന്നെ അമ്മക്ക് ധൃതിയായി. ഞാൻ ഒറ്റയ്ക്കേ പിന്നെ പെട്ടെന്ന് ഇരുന്ന് പോയി മറന്നു. ഓട്ടമ്മേ അതെ ഗവറിൽ വേഗം ആക്കണം. അതിന് മുന്നായിട്ട് ഒരു 10 മിനിറ്റ് വൈകും. ഒരു ചക്ക ഇട്ടുണ്ട്. ഇത് ഇടിയും ചക്കയെക്കാളും. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോവാ. അയ്യോട്ടാ, ഇന്ന് ഞാൻ അമ്മയ്ക്ക് നമ്മുടെ ചാമ്പയുടെ അടിയില വന്ന് നോക്കണേ കേട്ടാ. അമ്മയാണെങ്കിൽ ചെടികളിലേക്കൊക്കെ ഈ ചാമ്പയുടെ ഇല വീണിട്ട് അത് ഇങ്ങനെ പറിക്കിടുന്നുണ്ട്. ഒരു ദിവസത്തിന് ഒരു 2 വട്ടമെങ്കിലും ഞാൻ മാക്സിമം മിറ്റടിക്കാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് മലയ്ക്ക് പോണ കാരണം രാവിലെ ഇല അടിക്കും. പക്ഷെ രാവിലെ അടിച്ച് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ കിടക്കണ ഈ ചവറ് ഇങ്ങനെ അത്രയും ചവറ് കൊഴിയും. പക്ഷെ ചവറ് കൊഴിയായാലും ചാമ്പോ തൈയോടൊന്നും എനിക്ക് ഒരു ദേഷ്യം തോന്നാറില്ല. അതെന്താണെന്നറിയോ? നമുക്ക് നോക്കിയേ, നിറച്ച് ചാമ്പക്കായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറച്ച് ചാമ്പക്കായ നിൽക്കണേ. നമുക്ക് മുകളിലേക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചാമ്പ പൂവുണ്ടായി നിൽക്കുന്നത് കാട്ടിയില്ലേ, അതേപോലെ ഇപ്പൊ നിറച്ച് ചാമ്പക്കായ. അതേപോലെ തന്നെ രണ്ടാമത് പൂവ് വിരിയാൻ വേണ്ടിയിട്ട് നോക്കി നിറച്ച് പൂവൊക്കെ ഒപ്പം വരുന്നുണ്ട്. പക്ഷെ ഒന്നും കിട്ടില്ല. നമുക്ക് കൈ എത്തണോടത്തുനിന്ന് തിന്നാന്ന് പൊട്ടിച്ച് തിന്നാന്ന് വിചാരിച്ചപ്പോണ്ടല്ലോ, നോക്കിയേ താഴത്തുനിന്നാണ് അവർ തിന്നുടങ്ങണേ. അപ്പൊ അതും കിട്ടില്ലേ നമുക്ക്. മുകളിലത്തെ അവര് തിന്നിട്ട് താഴത്ത് നമുക്ക് തരായിരുന്നില്ലേ, അതും കൂടി ചെയ്യണില്ലേ അവര്. ഫുള്ള് തിന്നാ. പിന്നെ ഈ ചാമ്പയുടെ തൈ ഞാൻ വീട്ടിൽ നിന്നാട്ട് കൊണ്ടുപോകണേ. എന്റെ അമ്മയാണ് അന്ന് തൈ തന്നോക്കണേ. അത് നോക്കിയേ, അമ്മയോ ചേട്ടനാണ് കൊണ്ടുവന്നെ അല്ലേ അവിടുന്ന്. അങ്ങനെ ആ വീട്ടിൽ നിന്ന് കൊണ്ടുവച്ച തൈയാണ്. വീട്ടിൽ അതായിട്ട് ഇതേപോലെ തന്നെ വലിയ ചാമ്പ തന്നെയാണ്. ഇതിനേക്കാളും വലിപ്പുണ്ട് തോന്നുന്നുണ്ടല്ലോ. അത് എന്തൊരു വലിയ ചാമ്പയാന്നറിയും. പക്ഷെ അവിടത്തെ കഴിക്കാൻ കിട്ടില്ലല്ലോ. ശരിക്കും നമ്മുടെ ഈ ചാമ്പയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ചോപ്പ് കളർ തന്നെയല്ലേ അമ്മേ, റോസ് കളറായിട്ട് വരും. അപ്പൊ അതിങ്ങനെ കുറേ വലിപ്പം ഉണ്ടാവുക. ശരിക്കും നമ്മുടെ കയ്യിലൊതുങ്ങി ആപ്പിള് ചാമ്പാന്നൊക്കെ നമ്മളിവിടെ അതിന് എളുപ്പത്തിൽ വിളിക്കുന്ന പേര്. പക്ഷെ അത് ഇത്രയും വലുപ്പത്തിലായിരിക്കും. പക്ഷെ എന്താ കാര്യം, ഒന്നും കിട്ടില്ലേ. ഇപ്പൊ നമ്മൾ ഈ വൈറ്റ് കളറിലായിരിക്കുമ്പോഴേ തന്നെ പൊട്ടിച്ച് തിന്നും. കാരണം റോസ് കളറിൽ കിട്ടില്ലല്ലോ. അങ്ങനെയുണ്ട്. അപ്പൊ അങ്ങനെ ഈ ചാമ്പയുടെ വിശേഷം ഇപ്പൊ താഴത്ത് വരുന്ന കിട്ടോ നോക്കട്ടെ. പറഞ്ഞ് തിന്നാനായിട്ട് ഇതിന്റെ അടിയിൽ നിന്ന് പറഞ്ഞപ്പേ തിന്നാൻ തോന്നി. നോക്കട്ടെ, ഇതവിടെ ഒരാൾ നിൽക്കണ്ടിട്ട് അത് കൊഴിച്ചു നോക്കട്ടെ ഞാൻ. വീണു. ഇത് കണ്ടെണ്ണാട്ടപ്പോ വീണത് കണ്ടോ. ആപ്പിള് ചാമ്പന്ന് പറയും ഞങ്ങൾ ഇനി ഇതിന്റെ ഷേപ്പിനെ. നമുക്ക് ഇതെന്തരാ അത് ചള്ളമ്മ ഇതെന്തരാ കഴുകിട്ടെടുക്കാം. എന്നിട്ട് നമ്മൾ പക്ഷികളൊക്കെ വന്നിരിക്കണതല്ലേ. ഇപ്പൊ പണ്ടത്തെ പോലെയല്ലല്ലോ പൊട്ടിക്കുക തിന്നാ. അതൊക്കെ പേടിയായി തുടങ്ങി നമുക്കിപ്പോ. കഴുകിട്ട് തിന്നാം. അത് മാത്രല്ല ഇതുണ്ടല്ലോ, ഉപ്പ് മാത്രമായിട്ട് മുക്കി തിന്നാൻ രസമാണ്. അല്ലെങ്കിൽ ഉപ്പ്, പഞ്ചസാര, മുളക് പൊടി ഇത് 3 കൂടി കലർത്തിയിട്ട് കഴിക്കേണ്ട ടേസ്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് കഷ്ണങ്ങളാക്കിയിട്ട് വെറുതെ ഉപ്പിലിട്ടിട്ട് നമ്മുടെ ചൂരമുളകൊക്കെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തേക്ക് നാളെ തിന്നാം. അല്ലെങ്കിൽ ഇന്നിട്ട് ഇപ്പൊ കാലത്താണെങ്കിൽ വൈകിട്ട് എല്ലാം തിന്നാൻ പറ്റില്ല അമ്മേ. അങ്ങനെയൊക്കെ ഉണ്ടിട്ടാ ഭയങ്കര ടേസ്റ്റാ ഈ ചാമ്പയ്ക്ക്. ഇത് കിട്ടി. ഇനിയിപ്പൊ എന്നിട്ടാണെങ്കിലേ ഞങ്ങള് രാവിലെ ചായ ഒന്നും കുടിച്ചിട്ടില്ല. എന്താ പറയാ, കഴിക്കാനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഇറങ്ങിയത് എന്താ പറയാ, കുറച്ച് ചേപ്പ് പറിക്കണം. പിന്നെ ഒരു ഇടിഞ്ചക്ക ഉണ്ട് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് മാത്രല്ല, പിന്നെ പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് അമ്മ പോവാട്ടാ. അത് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അമ്മയ്ക്ക് സങ്കടമൊന്നും അങ്ങനെ ഇല്ലല്ലോ. എനിക്കറിയില്ല. അമ്മയ്ക്ക് പോവാണ്ട് പറ്റില്ല. അപ്പൊ പിന്നെ നമ്മള് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. ഒരേപോലെ ഇടയ്ക്കിടയ്ക്ക് വരേണ്ട എടുപ്പിക്കില്ലമ്മേ. ദിവസം നിന്നതന്നെ ഭാഗ്യം. അതന്നെ അമ്മയ്ക്ക് എപ്പോഴും വിളിക്കും. ഉണ്ണിയാണ് അച്ഛമ്മന്നവരാണ്. അത് കേൾക്കുമ്പോ അമ്മയ്ക്ക് ഇവിടുന്ന് തുടങ്ങും, ഞാൻ പോയാലോ. അപ്പൊ ഞാനിങ്ങനെ ഓരോന്ന് പറയുമ്പോ എന്നാ ശരി 2 ദിവസം നിൽക്കാം. അങ്ങനെയാണ് ഇത്ര ദിവസം എന്റെ കൂടെ നിന്നത്. നോക്കിട്ടാ കണ്ടേ, ഇത് വീണിട്ടുണ്ട് നമ്മുടെ കവുങ്ങുമ്പട്ട. അതുകൊണ്ട് എടുത്ത് പിടിക്കാം. പറഞ്ഞേ പോകുമ്പോ അതിടാ. ഇതെനിക്ക് ഇഷ്ടമല്ല റോസേലത്തൊരു പൂവാട്ടമ്മത്. കുഞ്ഞ റോസ് അതന്നെ നല്ല രസത്. കുട്ടികളെ നിങ്ങൾക്കുള്ളത് കൊണ്ടുവരാട്ടാ വരുമ്പോ. നല്ല ഭംഗിയ ആ പൂവ് നമ്മുടെ ശരിക്ക് കടല ഇത് പറയില്ലേ, വെട്ടി വെക്കില്ലേ, എന്താ പറയാ, തുണി കൊണ്ട് വെട്ടില്ലേ, അതേപോലെ തോന്നുന്നത്.
നമ്മുടെ പ്ലാവ്, ഈ പ്ലാവുമ്മ ചക്ക ഇപ്പൊ അത്യാവശ്യം നന്നായിട്ടുണ്ട്. താഴെയൊക്കെ ഇടിയൻ ചക്കയ്ക്ക് പാകമായി ചക്ക ഉണ്ട് കേട്ടാ, പക്ഷെ അത് ഇടുന്നില്ല. എന്താന്നറിയാമേ, നോക്കി ഇതിന്റെ നെറിയല് കണ്ട ചില്ലൊടിഞ്ഞാല് 4 എണ്ണം ഒരുമിച്ച നിക്കണേ. വെല്ലത്തിനും അത് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ചില്ലടക്കം എല്ലാം കൂടി പോരും. അപ്പൊ നമുക്ക് അതുമ്മത്തിടാം ഇടിയൻ ചക്ക. ചിലപ്പോ ഇടിയൻ ചക്കയുടെ ഭാഗമായിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോ എല്ലാം കൂടി കൊത്തിരിഞ്ഞിരിക്കേണ്ട ഭാഗമായിരിക്കും. എന്തായാലും കുരുയൊന്നും മൂത്തുണ്ടാവില്ല. നമുക്ക് ഇട്ടിട്ട് എങ്ങനെയാണെങ്കിൽ അങ്ങനെ വെക്കാം. അപ്പൊ തോട്ടുകൊണ്ട് പതുക്കെ വിളിച്ചിടാൻ പറ്റുമോ നോക്കാട്ടാ. കാരണം 4 പേര് ഒരുമിച്ച് വീഴാത്ത രീതിയിൽ വേണേ. നമ്മുടെ ചക്ക നമുക്കൊരു എന്താ പറയാ ഒറ്റയ്ക്ക് വേണേന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ വലിച്ചിടാൻ പോണേ. പേടിയുണ്ട് എനിക്ക്. ഈശ്വരാ വിളിക്കട്ടെ. അയ്യോ ഈശ്വരാ, അതെന്താ തിരിച്ചു നോക്കിയേ? അങ്ങനല്ലേ, ഭയപ്പാട്. അയ്യോ വീണത് മിക്കതറിയോ, നമ്മുടെ എന്താ പറയാ അമ്മേ, കാരറ്റ് തൈ മിക്ക വീണേ. ഒന്നും പറ്റിയിട്ടില്ലല്ലോ. ഞാൻ തോട്ടിയോടെ വെക്കട്ടെ. ബാക്കി നമ്മളിപ്പോ വെച്ച് വരണുള്ള കാരറ്റ് തയ്യേ. അപ്പൊ ഇതാ ഒരു ചക്ക ഇട്ടുണ്ട്. ഇത് ഇടിയൻ ചക്കയെക്കാളും മൂപ്പായിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ കരിമുള്ള് മാത്രം ചെത്തി കളഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി അതുപോലെ പൂഞ്ഞിയും കളഞ്ഞാൽ ബാക്കി എല്ലാം കൂടി വെക്കാലോ. അപ്പൊ ചക്കയായി. ഇനി നമ്മുടെ എന്നിട്ട് ചേമ്പ് പറിക്കണം. ചേമ്പേ ഷായിട്ടും പിന്നെ ഇവിടെ പറിച്ചിട്ടുണ്ട് കേട്ടാ. കാരണം ഇവിടെ കേട്ടമ്മേ, കാരണം അമ്മ വന്നപ്പോഴേ ചേമ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു ദിവസം ചേമ്പ് കൊണ്ട്, ഒരു ദിവസമല്ല 2 ദിവസം വെച്ചു അല്ലേ. ചേമ്പ് കൊണ്ട് മെഴുക്ക് പുരട്ടി വെച്ചു. ഇന്ന് പക്ഷെ ചേമ്പ് കൊണ്ട് നമ്മൾ മോര് കറി ആട്ടാ വയ്ക്കണേ. അപ്പൊ ഇതാണ്ട കടടക്കാൻ കണിയ തന്നെ നന്നായിട്ട് വിത്തുകൾ ഉണ്ടായിരുന്നു. ഇനി ഇതും ഉണ്ടാവും അതേപോലെ തന്നെ. നമ്മ ചക്കയിലിടാം അല്ലേ. ഇയ്യോ ചായട്ടിനെ 2 ദിവസമായാലും പറിച്ചിട്ടിട്ട് ഇതുമ്പോ എടുക്കാം. പിന്നെ മണ്ണ് കൊഴിഞ്ഞുണ്ട്. ഇതാകുമ്പോ നമുക്ക് ഇതിന് മതി. ചക്കേനെ എടുത്ത് പുറത്ത് വയ്ക്കല്ലേ. ചക്ക കൂട്ടം ഇവിടെ ഇരിക്കട്ടാ. ഞാനിങ്ങനെ അടർത്തിടാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ ഇങ്ങനത്തെ നല്ല കുഞ്ഞ് മണിമണി ചേമ്പുകള് കഴിക്കാനായിട്ട്. ചൊറിയണൊന്നുമില്ല കേട്ടാ ചേമ്പ്. ഇതാണ് നമ്മുടെ വയലേറ്റ് ചേമ്പിന്റെ കേട്ടാ. കണ്ടത് ഇങ്ങനത്തെ വയലേറ്റ് തണ്ട് ചേമ്പ്. മോളെ മോര് കറിയിലേക്ക് ഇത് മതി. മതിയല്ലേ, പൊട്ടിക്കണ്ടേ വേണമെങ്കിൽ ഒന്ന് അപ്പാപ്പളേക്ക് മതിയല്ലോ അല്ലേ. അവിടെ കൊണ്ടിട്ട മുളങ്ങല്ലോ ഉള്ള. അപ്പൊ ഇത്രയും ചേമ്പ് പറിച്ചെടുത്തുട്ടാ. എത്രയും വേണ്ടി വരില്ലല്ലോ അമ്മ. ഇല്ലാന്നല്ല പറയണ അമ്മ. മോര് കറിയിലേക്ക് വെക്കാകുമ്പോ നമുക്കൊരു കുറച്ച് കറിയല്ലേ വെക്കുള്ളൂ നമ്മള്. ഇനി നമുക്ക് ഇനി ഞങ്ങള് ചെന്നിട്ടേ ചായ കുടിച്ചിട്ടില്ല. ചായ കുടിച്ചതിന് ശേഷാട്ടാ ഈ പണിയിലേക്ക് ഇറങ്ങുള്ളൂ. വയ്യമ്മ. നോക്കി നമ്മുടെ 2 കായകൾ ഒടിഞ്ഞു വീണു. അതായത് ഒരു ചെറിയൊരു കാറ്റുണ്ടായിരുന്നു. ഒരെണ്ണം ചള്ളൊടിഞ്ഞു വീണതേ കണ്ട. പക്ഷെ ഇത് ചള്ളൊടിഞ്ഞു വീണാലും നമുക്കിത് കറി വെക്കുമ്പോ നല്ല ടേസ്റ്റ് ആട്ടാ. പിന്നെ ഇത് നമുക്ക് പഴുപ്പിക്കാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമുക്ക് അമ്മ മറ്റേ കായ വറക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ആ കായ കഴിഞ്ഞു. പക്ഷെ ഇതിന് അമ്മയ്ക്ക് പൂമ്പള് കൊണ്ടുപോട്ടമ്മേ. അപ്പൊ ഞാൻ അമിത ഇഡ്ഡലി സാമ്പാറാണ്. അപ്പൊ അത് കഴിക്കാനിരുന്നു. പിന്നെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീറ്റ വഴിക്ക് ഒരു ചായ ഞങ്ങളുടെ കുടി കഴിഞ്ഞു കിട്ടാ. അതുകൊണ്ടാണ് പിന്നെ ചായ കുടിക്കില്ല. രാവിലെ ഒരു ചായ, വൈകിട്ട് ഒരു ചായ. അപ്പൊ പിന്നെ വെള്ളമാണ് പിന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ ഉപയോഗിക്കാം. ഇനി എനിക്കുണ്ടല്ലോ ഇന്ന് കോർപ്പറേഷനിൽ നിന്ന് നമുക്ക് വീടുകളിൽ വന്ന് വേസ്റ്റ് എടുക്കാൻ പറ്റില്ലേ, അത് വരുന്ന ദിവസമാണ് കേട്ടാ. അപ്പൊ നമുക്കൊന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ വീട് പണിക്ക് ആയതുകൊണ്ട് തന്നെ വേസ്റ്റ് ഒത്തിരി കൂടുതലായിരുന്നു. കാരണം നമുക്ക് ആശുപത്രി പണിയും കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ചിട്ട് തന്നെ ചെയ്ത കാരണമാണ് നമുക്ക് ഇത്രയും വേസ്റ്റ് ഒക്കെ വരാൻ കാരണം കേട്ടാ. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒരു സാധനം നമ്മുടെ വീട്ടിലിട്ട് കത്തിക്കുകയില്ല. ഒക്കെ ഇങ്ങനെ ചാക്കിൽ വാരി വെച്ച് അവരെപ്പോഴാണോ വരുന്നത് മിക്കത് അവര് ഒരു മാസത്തിലോ അതല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴായാലും അവര് വരും കേട്ടോ. അപ്പൊ അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യാം. പിന്നെ നമ്മുടെ പേളിനെ പിന്നെ അയച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ പേളി അപ്പോൾ ഓടി ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ എങ്ങോട്ടാണോ പോണേ നമ്മുടെ പിന്നാലെ ഇങ്ങനെ കിട്ടുന്ന നടക്കൂട്ടോ. പേളി ഭയങ്കര സ്നേഹ അനീന്റെ പട്ടിയാണ് കേട്ടോ പേളി.
അപ്പൊ ഞാൻ അമിത പറമ്പിലിക്കിട്ടാ. അപ്പൊ ദേ കണ്ട നമ്മളിത് ഉള്ളി എടുത്തിട്ടുണ്ട്. നമ്മുടെ മുളക് നോക്കിയേ അമ്മ. 2 ദിവസം മുന്നല്ലേ അമ്മ നമ്മള് വന്നിട്ട് മുളക് പൊട്ടിച്ചുള്ളൂ. വേണ്ട ഇപ്പൊ അമ്മ വന്നതിന് ശേഷം ഒരു 4 വട്ടം ഞങ്ങൾ മുളക് പൊട്ടിക്കല് കഴിഞ്ഞിട്ടാ. ഇപ്പൊ 2 ദിവസം കൂടുമ്പോ പൊട്ടിക്കണ മുളക്. അപ്പൊ ഇന്ന് ഞങ്ങക്ക് കുറച്ച് മുളകൊക്കെ പൊട്ടിക്കാനുണ്ട്. എന്ത് വേഗം പൊടിക്കണേലമ്മേ. അമ്മയ്ക്ക് തോന്നണില്ലേ പെട്ടെന്ന് പെട്ടെന്ന് പൊടിക്കണ പോലെ. ഞാൻ എന്തായാലും ഉള്ളി നടന്നത് നമുക്ക് കാട്ടില്ല ആദ്യം. എന്നിട്ട് പിന്നെ നമുക്ക് വന്നിട്ടേ അയമ്പഴതൊക്കെ പൊട്ടിക്കാം. ഈ കൊത്തമര പൊട്ടിക്കാറായില്ലോ. ഇത് ഞാണ്ടല്ലോ ഇത് നമ്മക്ക് മുമ്പ് കൊണ്ടുപോട്ടാ. ഇതിന് ഒക്കെ ഉണ്ട്, അവിടെ ഒക്കെ ഉണ്ട്. അതൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്നത്. ഇവിടെ മുളക് പൊളിത്തിക്കിണ്ടിട്ട് സുമിതേ. ഇത് നമ്മുടെ പച്ചമുളക്. ഞാൻ നമ്മള് 2 ദിവസം മുന്നേ ബജ്ജി ഉണ്ടാക്കില്ലേ. മുളക് നമ്മളത് പൊട്ടിച്ചുണ്ടാക്കി പഴുത്ത്. പക്ഷെ ഞാൻ വിചാരിക്കണമ്മേ ഈ പഴുത്ത ബജ്ജി കുത്തി ഉറക്കണ്ടായിരുന്നല്ലോ. അതേ വടി കുത്തിണ്ടായിരുന്നു. ഇനി ഇപ്പൊ കാറ്റില്ലേ അമ്മ, ചെറുതായിട്ട് കാറ്റുണ്ട് തോന്നുന്നുണ്ട്. അതാണ് ഒരു വീടുന്നത്. ഇത് കെട്ടി കൊടുക്കാം നമുക്ക്. ഇതൊരു വള്ളിയമ്മ ഒരു ചരടിട്ടിട്ട് കെട്ടണ്ട പൊടിഞ്ഞെടുക്കണ. ഇത് മറ്റേ നമ്മുടെ വാഴയുടെ വള്ളി എടുത്തിട്ട് നമുക്കൊന്ന് പൂവുമ്പളേ ഉള്ളി നട്ടിട്ട് പൂവില്ലേ, അപ്പൊ കെട്ടി കൊടുക്കാം. പൂവയ്ക്ക് ഇതൊക്കെ ഒന്ന് കെട്ടി കൊടുക്കണം. അതല്ലെങ്കിൽ പക്ഷെ ഒരു കാര്യം ഇട്ടാ ഇതിപ്പോ കണ്ട കാറ്റ് തൊടിഞ്ഞു. ഒടിഞ്ഞാൽ നശിക്കില്ല. നല്ല ഉഷാറിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ എന്നാലും നമ്മള് വടി ഞാന് അമ്മന്റെ ഒരു വീഡിയോയില് അമ്മ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും. ഇതെന്നറിയോ, ഒരു കൊത്തമര ഞാനിങ്ങനെ നീണ്ടു പോയിട്ട് കയറുമ്പോ അതേപോലെ കുറെ നാളുണ്ടാവും ഇത് ഇവിടെ ആയിട്ട്. ഇനിയിപ്പോ നമ്മുടെ ഈ പച്ചമുളക് പഴുത്തതില്ലേ, ഞാൻ പൊട്ടിക്കണില്ല അമ്മ. എന്താന്നറിയോ, നമ്മളിത് പൊട്ടി പഴുപ്പിച്ചിട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നമ്മള് പാവാം മുളക്കില്ല. നേരെ മറിച്ച് ഇത് ഇവിടെ നിന്ന് വീണിട്ടില്ലേ അപ്പൊ അത് കഴിഞ്ഞ് ഈ പഴുത്ത പച്ചമുളക് അവിടെ എടുക്കട്ടെ. അപ്പൊ അത് ക്യാപ്സിക്കം നോക്കി ഓരോ ദിവസം ചെല്ലും തോന്നുന്നു വലുതാവണില്ലേ. ചെറുതല്ലേ കണ്ടതില്ലേ നമ്മളന്ന് മുളക് പൊട്ടിക്കാൻ വന്ന. ചെറുതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാപ്സിക്കില്ലേ അമ്മ, നമ്മൾ അന്ന് വന്നപ്പോഴേ ഈ ക്യാപ്സിക്കത്തിന്റെ അത്ര എന്നാലും കണ്ട വലിപ്പം. ഇന്നിപ്പോ നോക്കി ആ ക്യാപ്സിക്കം നോക്കി പെട്ടെന്ന് തന്നെ അതെ വലുതായില്ലേ. കണ്ട വലുതാവുന്നുണ്ട്. എന്നെ മുളകുകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കെ വലുതാവുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറഞ്ഞേട്ടെ, നമ്മുടെ ഇവിടെ പച്ചക്കറി ഇത്രയധികം പച്ചക്കറികൾ ഞാൻ അമ്മയ്ക്ക് വന്നിട്ട് എന്നും ഞങ്ങൾ ഈ പറമ്പിലേക്ക് വരും. വന്നിട്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത് മുളക്. കാരണം മുളക് എന്ന് പറയുമ്പോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ ഇന്ന് നോക്കിക്കോട്ടാ. ഇപ്പൊ ഇതിന്റെ ഇടയില് അമ്മയോട് പറഞ്ഞു ആ സമയത്ത് ക്യാമറ കട്ടാക്കി വരും. മുളക് പൊട്ടിക്കാൻ പോന്ന പറഞ്ഞതിന്റെ ഇടയില്. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് ഉള്ളി നടന്നത് കാണണം എന്നല്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നട്ടിട്ട് അമ്മയ്ക്ക് മുളക് പൊട്ടിക്കാൻ വിടാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരിക്കണേ. അല്ലെങ്കിൽ ഇപ്പൊ അമ്മ അത് പൊട്ടിക്കാൻ തന്നെയാണ്. ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മയ്ക്ക് മുളകാണ് ഏറ്റവും ഇഷ്ടമായി. ഇവിടെ ബാക്കിയുള്ളതൊന്നും അങ്ങനെ. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടം തോന്നിയത് ഇത് നിത്യവഴുതിരിക്ക. അത് അമ്മ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് നിത്യവഴുതിരിക്ക ചതുരപ്പയറും ഇവിടെ കണ്ടിട്ടില്ല. അത് രണ്ടും അതേപോലെ അമ്മയ്ക്കൊരു പ്രത്യേകമായിട്ട് തോന്നിയിട്ടുള്ളത്. കടയിൽ നിന്ന് അങ്ങനെ മേടിച്ച് ഇതുവരെ കഴിക്കൊന്നും ഉണ്ടായിട്ടില്ല. കടയിൽ ഞാൻ കണ്ടിട്ടില്ലല്ലോ. കടയിൽ ഞാനും കണ്ടിട്ടില്ല. കടയിൽ നമുക്ക് ഒന്നാമത് കടയിൽ നിന്ന് പച്ചക്കറി അത് വേറെ കാര്യം. പിന്നെ കടയിൽ നിന്ന് അങ്ങനെ കണ്ടിട്ടില്ല തോന്നുന്നുണ്ടല്ലോ. ഞാനും കണ്ടിട്ടില്ല. കണ്ടത് അത് അമ്മയ്ക്ക് അങ്ങനെ ഈ 3 സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഭയങ്കര പ്രത്യേകത തോന്നിയത്. പിന്നെ ഈ മുളകൊക്കെ ഇപ്പിണ്ടായി തുടങ്ങണുള്ളവര് അതും ഒരു ഭയങ്കര പ്രത്യേകതയുള്ള ഒരു മുളക് എന്താന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉണ്ടമുളകില് നല്ലോണം പൊട്ടുണ്ടാവും. നല്ല ആദ്യകാലത്തൊന്നും പ്രാന്തം മുളക് പറയാ അപ്പുറത്തേറ്റുണ്ടാവും ഈ മുളക്. പക്ഷെ കറിയിലിടുന്നതിന് പ്രത്യേക ടേസ്റ്റ്. അതിലെ ഉള്ളി ചമ്മന്തി എടുത്തിട്ട് ഉള്ളി വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാ ചോറിനാനായിട്ട്. ഉള്ളി നടല ഞാൻ ഉള്ളി നടന്ന് കണ്ടിട്ടില്ല ചേട്ടാ. കാട്ടുതരാൻ പറ്റി എന്റെ വീഡിയോയിൽ നമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടിട്ടില്ല. ഇത് പക്ഷെ ഏട്ടനമ്മ ഇന്ന് വന്ന് കളിച്ചിട്ടത്. ഇത് ഇന്ന് രാവിലെ വന്നിട്ട് കളിച്ചത് ഉള്ളിയല്ല. അത് വേറെ പയറുന്നതാണതാടാ. ഇതിപ്പോ 2-3 ദിവസമായി. ഇതില് കുമ്പായൊക്കെ ഇട്ടിട്ട് നമ്മള് കൊത്തിളക്കി. ഇതിപ്പോ അത് കാരണം എന്താണെന്നറിയോ, ഒന്നേ നമ്മുടെ ഈ കൈക്കോട്ട് വടി ഈ ഒരു കൈക്കോട്ട് നടനായിട്ട് പുഴൊന്നും വേണ്ട. അതൊന്ന് അരപ്പാക്കണം. അപ്പൊ ഇത് 2 ദിവസമായാലും എടുക്കണം. ഈ കൈക്കോട്ടില്ലേ അമ്മ, ഷായട്ടൻ കളച്ച് ഒടിഞ്ഞതല്ല. അപ്പൊ മനസ്സിലായില്ലേ അമ്മക്ക് ഷായട്ടൻ അപ്പൊ ഇതിപ്പോ എന്താ ഉപയോഗിക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അതന്നെ വെറുതെ ഇങ്ങനെ വെച്ചിട്ടേ ഒന്നിങ്ങനെ നിരപ്പാക്കും നമ്മള്. ഞാൻ പിടിക്കണ വേണ്ടമ്മ.
ഇങ്ങനെ നിരപ്പായി ഭയങ്കര സിമ്പിളായിട്ടാ. അപ്പൊ ഞാൻ ഇതില്ലേ അമ്മ, നമ്മുടെ ഈ ഉള്ളിയുടെ തീരെ കട്ടിയില്ലേ, ഒന്നും ചെയ്യില്ല. കാറ്റൊന്നും കൊടുക്കാൻ പാടില്ല, ഇത് ഇങ്ങനെ വെക്കാൻ പാടില്ല. അങ്ങനെ വെക്കാൻ പാടില്ല. ഉള്ളി പുറമെ നിക്കണം. ഇത് ഉള്ളി ഉണ്ടായി തുടങ്ങുമ്പോ നമുക്ക് പുറത്ത് നിൽക്കലും കാണാം. അതിന്റെ നനച്ചു കൊടുക്കോ? നനച്ചു കൊടുക്കണം, നനയ്ക്കും വേണം. പിന്നെ അത് മാത്രല്ല, തടത്തില് വെള്ളം നിൽക്കാൻ പാടില്ല. അടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളി വിളവെടുപ്പിന്റെ ആ വീഡിയോയിലൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാവുക, ഉള്ളി ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നത് ഞാൻ കാട്ടുവാണ്. അപ്പൊ ഇതിപ്പോ അടുത്തടുത്തേക്ക് ഇല്ല, ഒരു 4 എണ്ണ ഈ തടത്തിൽ വെക്കുന്നത്. അപ്പൊ ഒരടി അകലത്തില് ഇതിങ്ങനെ വെച്ച് ഉള്ളി ഇങ്ങനെ മുകളിൽ നിൽക്കണം അല്ലേ. പിന്നെ ഇവിടെ ഒന്നും ചിക്കി പറക്കില്ലല്ലോ, കോഴികളൊന്നും പുറത്തു വരില്ലല്ലോ അല്ലേ. പട്ടികള് നമ്മുടെ പട്ടികളിൽ അവരെന്നെ ഒന്ന് ഓടുന്നുണ്ട്. അങ്ങനെയാണ്, വേറെ കുഴപ്പമില്ല. ഇങ്ങനെ അമർത്താനേ പാടുള്ളൂ. ഉള്ളി ഉണ്ടായി വരുമ്പോ നമുക്ക് പുറത്തേക്ക് നിൽക്കുന്നത് കാണണം അല്ലേ. നമ്മളിപ്പോ വെയിലത്ത് വെച്ച് ഉണക്കിയില്ലേ, അങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കും. ഒരു ദിവസം വെച്ചാൽ മതി വെയിലത്ത്. ഇത് പൊട്ടിക്കൊന്നും വേണ്ട അല്ലേ. ഇതിങ്ങനെ എണ്ണം കൂടുതലുണ്ടെങ്കിൽ പൊട്ടിക്കും നമ്മള്. പൊട്ടിക്കേണ്ടി വരും അല്ലേ. ഇത് പൊട്ടിക്കണ്ട, അത് കൂടി നിക്കല്ലേ, ഇങ്ങനെ വിട്ട് നിക്കില്ലേ, അവരൊക്കെ വേണമെങ്കിൽ ഒന്ന് പൊട്ടിച്ച് വെക്കാം. മോളിൽ ഉള്ളി നടമ്പ് ഞാൻ പോയിട്ട് മിളക് പൊട്ടിക്കിട്ടെ പോയിട്ട് അവിടെ പഴുത്തിട്ടുണ്ടല്ലേ മിളക്. അപ്പഴേക്ക് ഞാൻ വേഗം വരാം, നമുക്ക് പോവാലോ. എന്നിട്ട് വേഗം അമ്മേ എന്റെ അടുത്ത് വന്നപ്പോളേ അമ്മയും എന്റെ പോലെ തന്നെയായി. അമ്മയ്ക്ക് മനസ്സിലായി ഇന്നത് കഴിഞ്ഞ് ഇന്നത് ചെയ്യാനുള്ളത്. അമ്മയും ബിസിയായ പോലെയായി. കണ്ട ഉള്ളി ഇങ്ങനെ വെക്കുമ്പോ തന്നെ അറിയാൻ, കണ്ട ഇതേ വേണ്ട, നനയ്ക്കുമ്പോ തന്നെ അത് സെറ്റായുള്ളൂ ട്ടാ. ഉള്ളി തട്ടി കഴിഞ്ഞ പിന്നെ നേരെ അമ്മയുടെ അടുത്തേക്ക് പോന്നു. ഉള്ളി നല്ല കഴിഞ്ഞ അതാ ഒരു തടലുണ്ടായിരുന്നല്ലോ. ഇതിപ്പോ പൊട്ടിച്ച് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ പൊട്ടിക്കാറാ വിട്ടമ്മളെ. എനിക്കിപ്പോ ഈ പ്രാവശ്യം അമ്മ വന്നാലും എന്ത് സുഖമായിരുന്നു. അമ്മ പൊട്ടിക്കാൻ നിൽക്കണായിരുന്നു. കൂടുതലല്ലേ. കൂടുതലുണ്ട്, ഒരു എക്സസ് പോലെ വേണ്ട പ്രത്യേകതയാ. അതൊക്കെ 2 ദിവസം കൂടെ നമുക്ക് ഇതേപോലെ മുളക് പൊട്ടിക്കാൻ കിട്ടിലേക്ക് ഞങ്ങൾക്ക് പോലമ്മേ. നമ്മളിന്ന് വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ഉള്ളി കൊണ്ട മുറല്ലേ കത്തരിക്കുന്നില്ല. ഞാൻ ചക്ക വെട്ടാനും അമ്മ ചേമ്പ് നന്നാക്കാൻ ഇരുന്നുട്ടാ. ഇങ്ങനെ ആകുമ്പോളേ വേഗം പണികള് കഴിയുന്നുണ്ട് അമ്മയുള്ള സമയങ്ങളില്. നോക്കിയമ്മേ, ഇത് ഇടിയന്റെ ഒക്കെ പാകല്ലേ. നല്ല ഇടിയന്റെ ഒക്കെ പാകാട്ടാ. എനിക്ക് പുഷ്പ ടീച്ചർ പ്ലാവിന്റെ കൊമ്പൊടിഞ്ഞിട്ട് ചോളയും പുഷ്പ ടീച്ചർ വീട്ടിലെ ചക്ക ഇതേപോലത്തെ വീട്ടിനല്ലേ. പക്ഷെ ഈ ചക്കയ്ക്ക് ഒരു കുഴപ്പമുണ്ടാകുമ്പോ ഇപ്പൊ കണ്ടത് നമ്മുടെ നെറിയലുണ്ടായോ കൂടെ ഇങ്ങനെ കനം ഈ അവിടെ കടിക്ക് കനല്ലോ. അപ്പൊ ചക്ക കൂടുതലുണ്ടാവുമ്പോഴേ നമ്മള് വേഗം കൊമ്പൊടിഞ്ഞു വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടാവും. എന്റെ വീടിന്റെ അടുത്തേ നമ്മുടെ വീടിന്റെ തൊട്ടുള്ള പുഷ്പ ടീച്ചർ അവിടുത്തെ കാര്യം പറഞ്ഞതാമ്മ. ആ ടീച്ചറെ വീട്ടിൽ ഇതേപോലെ ചക്ക ഉണ്ടാവും. പക്ഷെ വീട്ടിനമേറില് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണട്ടെ. ചക്ക കൂടുതലുണ്ടെങ്കിൽ വേഗം ഇടണം, അല്ലെങ്കിൽ അവർക്ക് വെയിറ്റ് താങ്ങാൻ പറ്റാണ്ടേ ഇങ്ങനെ ഒടിഞ്ഞു വീഴും. അപ്പൊ നമ്മൾ ഇതിന്റെ കരിമൂട് മാത്രം ചെത്തിയാൽ മതി. അതേപോലെ ഈ കൂഞ്ഞയുടെ കുറച്ച് ഭാഗം വെളിച്ചെണ്ണ പറ്റിയില്ലേ. കയ്യമ്മയും വെളിച്ചെണ്ണ പറ്റി. അത് ഞാൻ എങ്കിലും കൊടുന്നില്ലേ വെളിച്ചെണ്ണ പറ്റി അവിടെ പറ്റിട്ടൊക്കെ പറഞ്ഞു. അല്ലോ ഈ മണി അല്ലു പിന്നെ അവിടെ ചുറ്റിപ്പറ്റി നമ്മുടെ അടുത്തുണ്ടാവില്ല എപ്പോഴും. ഇതേ വന്നിരിക്കുന്നുണ്ട്. ചക്കയുടെ ആ കരിമുള്ളി ഇതേപോലെ ചെത്തി കളഞ്ഞു. പിന്നെ ഇത് കണ്ണും കുറവില്ല, ഇങ്ങനെ ഒന്ന് കൂഞ്ഞാട്ടാ ഇതും കളഞ്ഞു. ഇത്രേ കളയുള്ളൂ.
ചേമ്പിന്റെ ആണെങ്കിൽ കണ്ട ചേമ്പിന്റെ മുകളിലത്തെ കണ്ട തൊലി ഇതേപോലെ ഒന്ന് ചിരണ്ടി കളയുള്ളൂ കേട്ടാ. നല്ല മണി ചേമ്പായ കാരണേ തള്ളച്ചേമ്പായാലും മണിച്ചേമ്പായാലും ഒക്കെ ഇതേപോലെ വെറുതെ ചിരണ്ടി കളയുള്ളൂ. അമ്മയുണ്ടല്ലോ അതാ ചേമ്പുകറി അടുപ്പത്തായിട്ട് അമ്മയുടെ. അപ്പൊ അമ്മ ചേമ്പിലിട്ടിട്ടുള്ളത് പറയണത് മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ഉപ്പ്, പിന്നെ പച്ചമുളക്, പിന്നെ വേപ്പില അല്ലേ അമ്മ? ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാട്ടോ അമ്മ ചേമ്പ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഇനി ചേമ്പ് വന്ന് കഴിയുമ്പോഴല്ലേ അമ്മ നാളികേരം, വെളുത്തുള്ളി, ജീരകം, കുരുമുളക് ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് പൊടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം, ഫ്ലേവറോട് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. അതും ആ ഫ്ലേവറിന്റെ മണമൊന്നും തോന്നില്ലെങ്കിൽ അമ്മ 2 മണി ഒരു 4 മണിക്ക് ഇട്ടുള്ളൂ കുരുമുളക് ഇട്ടാ. അപ്പൊ അങ്ങനെയാണ് നമ്മള് ഈ മോരുകറി ഉണ്ടാക്കണേ. മോരുകറി സാധാരണ നമ്മൾ ഉണ്ടാക്കണ രീതി തന്നെ, ചേമ്പാണുള്ളൂ. പിന്നെ ഇപ്പൊ അമ്മ പിന്നെ ചേമ്പ് മാത്രല്ല, ചേമ്പ്, കായ, പപ്പായ അതൊക്കെ ഇട്ടിട്ടും ഇതേപോലെ ഇരിക്കാനമ്മ. അപ്പൊ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇടിയൻ ചക്ക ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടാണ് നുറുക്കിയെടുത്തിട്ടുള്ളത് കേട്ടാ. ഇത് കുക്കറിലിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് ഒരു വിസിലടുപ്പിച്ചെടുക്കാട്ട് ചെയ്യാം നമ്മള്. വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഇടിയൻ ചക്കയിൽ. ഇപ്പൊ നമ്മൾ കഴുകി വാരിയിടുന്ന ഒരു വെള്ളം ഉണ്ടാവല്ലോ, അത്രയും മതിട്ടാ. നമ്മുടെ ചേമ്പ് നോക്കിയേക്കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടാ. നന്നായിട്ട് വേവണ ചേമ്പനോടെ എന്താ പറയാ, നമ്മളിങ്ങനെ അമർത്തുമ്പോ തന്നെ അറിയാൻ കണ്ട. എന്നിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ നോക്കിയ നാളികേരം അരച്ചത് കേട്ടോ ഒഴിച്ചു കൊടുക്കണേ. അപ്പൊ ഈ ഒഴിക്കണേല് ഞാൻ പറഞ്ഞ പോലെ വെളുത്തുള്ളി, അതേപോലെ പച്ചമുളക്, ജീരകം, പിന്നെ നമ്മുടെ കുരുമുളക്, അപ്പൊ നമുക്ക് ചാറും കൂടി ഒന്ന് കഴുകി ഒഴിക്കാം കേട്ടാ. നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പൊ ഈ നാളികേരം ഒഴിച്ചിട്ട് ഒരു തളന്ന് വന്നോട്ടെ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മോര് കൂടി ഒഴിക്കാറുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഈ നാളികേരം അരക്കലും ഇതിനൊപ്പം തന്നെ മോര് ഒഴിച്ചിട്ട് അങ്ങനെയും അരച്ചെടുത്തിട്ട് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടാ. അപ്പൊ നമ്മളിതാ ഇപ്പൊ ഈ ഒരു കട്ടിയാണ്, ഇനി മോര് കൂടി ഒഴിക്കുമ്പോ ഒന്നും കൂടി അഴയും. പിന്നെ ചട്ടിയിലൊക്കെ വെക്കുമ്പോൾ നമ്മുടെ കറി ഒന്നും കൂടി കട്ടിയാവും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് തിളക്കട്ടെ. അപ്പൊ നമുക്കിതാ മൂടി വയ്ക്കാം. നമ്മുടെ ഇടിയൻ ചക്ക കുക്കറിലിട്ട് ഒരു വിസിലടുപ്പിച്ചു. അപ്പൊ തന്നെ നമ്മൾ തുറന്നു. അപ്പോഴാണ് നമുക്ക് വേവ് ശരിയാവാട്ടെ, ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അപ്പൊ നോക്കിയേ, പുതിയത് എടുത്തുള്ള ഒരു പാത്രമായിട്ടത് ഇടിയൻ ചക്കൊക്കെ നമുക്ക് ചതയ്ക്കാൻ പറ്റിയത്. പാത്രം നല്ല കല്ലിന്റെ ഒരു കല്ല്, ഇങ്ങനെ ചതയ്ക്കുന്ന ഒരു കല്ല് ഇട്ടാ, സോറി. അപ്പൊ ഇതിങ്ങനെ വെറുതെ ഇങ്ങനെ നമുക്ക് ചതച്ചാൽ മതി. ഇത്തിരി വലിപ്പമുള്ളതാകുമ്പോഴേ നമുക്ക് കുറച്ച് കൂടുതലൊക്കെ ഇട്ട് ചതയ്ക്കാം. വാ, അപ്പൊ നമ്മുടെ നാളികേരമൊക്കെ ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ട് ഇനിയിപ്പോ നമ്മ മോര് ഒഴിക്കാൻ പോവാ. ഈ ഇപ്പോഴേ തന്നെ ഉണ്ടല്ലോ നാളികേരമൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴാണ് ഒരു പ്രത്യേക മണാട്ടാ. ജീരകവും കുരുമുളകൊക്കെ കൂടിയിട്ടല്ലേ. അപ്പൊ ഈ ഒരു അഴവിലാണ് നമ്മൾ വെച്ച് നോക്കുന്നത് കേട്ടാ. കണ്ടാ, അപ്പൊ നമ്മുടെ ഇനിയിപ്പോ മോരൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ തിളപ്പിക്കില്ല. ഈ ചൂടെണ്ണ മതി, ഒന്നും ചെയ്യില്ല. നമ്മൾ ഇപ്പൊ തന്നെ ഇറക്കി വെക്കും. ഇനി നമ്മളിത് താളിക്കട്ടെ ചെയ്യാം. കണ്ട, കുറച്ച് കൂടുതലൊക്കെ ഇട്ട് ഇങ്ങനെ ചതച്ചെടുക്കാട്ടാ. ഇതാണ് ഇടിയൻ ചക്ക ഇങ്ങനെ ചതച്ച് വയ്ക്കുന്നത്. കണ്ട, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇടിയൻ ചക്കയ്ക്ക് റെഡിയാക്കി എടുക്കുക. അപ്പൊ നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി എല്ലാതും നമുക്ക് ചതച്ചെടുക്കാട്ടാ. എന്നപ്പോ കുറച്ച് വെളിച്ചെണ്ണയ്ക്ക് ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോ നമ്മള് സാധാ ചെയ്യണ പോലെ തന്നെ നമ്മൾ കടുകും, അതുപോലെ നമ്മുടെ 2 പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ട് താളിക്കല്ലോ അമ്മേ. അപ്പൊ ഇതാ കടുകൊക്കെ പൊട്ടി തുടങ്ങിയപ്പോ നമ്മളിതാ മുളകിട്ടു, പിന്നെ നമ്മുടെ കറിവേപ്പില. കറിവേപ്പിലൊക്കെ ആയി വന്നപ്പോ നമ്മളിതാ നേരെ മോര് കൂട്ടാണ്ടിക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. കുറച്ചിതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഇതാക്കണ്ട കുറച്ച് പയർ വേവിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ മോരുകറി ഇനി നമ്മുടെ ഇടിയൻ ചക്ക തോരനോട് റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ അടുക്കളത്തെ പടി കഴിഞ്ഞൂട്ടാ. നമ്മുടെ ഇടിയൻ ചക്ക റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളി, അതേപോലെ വെളുത്തുള്ളി, വേപ്പില, കുത്തിപ്പൊടി, മുളക് ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമ്മളിതാ മൂത്ത് വന്നു കഴിഞ്ഞ സമയത്ത് നമ്മൾ അതിലേക്കുണ്ടല്ലോ ഇതാ ഇത്തിരിയോളം നാളികേരം ചെരുകിട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മൾ ഉണ്ടല്ലോ മറ്റേ ഇടിയൻ ചക്ക തോരനായിട്ട് വെക്കണത്.
എന്നിട്ട് നമുക്ക് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഓ ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കറിയൊക്കെ അത് എന്താ പറയാ വെച്ച് കഴിക്കുന്ന വേണം. നമ്മുടെ ഇടിയൻ ചക്ക തോരൻ റെഡി ആയിട്ടാ. ഇത്രേ ഉള്ളൂ. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഈ ഒരു കറി. അപ്പൊ നമ്മുടെ പയർ നമ്മുടെ മെഴുക്ക് പൊട്ടി ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടാ. അങ്ങനെ നമ്മളെല്ലാ കറികളും റെഡി ആയിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ ഭക്ഷണം കഴിക്കായിരുന്നു. ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ഇത്തിരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഓർത്തെ അവര് വീഡിയോ പിടിച്ചില്ലല്ലോ. അപ്പൊ എല്ലാവരും ഊണ് കണ്ട് പകുതികളായിട്ടാ. പക്ഷെ ആയിട്ട് എന്തെങ്കിലും ടേസ്റ്റ് പറയണല്ലോ. ചക്ക സൂപ്പറാ പറയാല്ലേ അതിനെ പറ്റിട്ട്. പിന്നെ ഈ മണിപ്പയറായിട്ടുള്ളത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അത്. പിന്നെ ഈ ചേമ്പ് മോരൊഴിച്ചിട്ടുള്ളത് അത് അമ്മാക്കിയതാ. സൂപ്പറാ. അമ്മാക്കിയത് സൂപ്പറായിട്ട്. എല്ലതും അടിപൊളി തന്നെയാണ്. ഞങ്ങളാ ഇതിന്റെ രുചിയില് വീഡിയോ പിടിക്കാൻ വരെ പറഞ്ഞത്. പെട്ടെന്ന് ക്യാമറയ്ക്ക് കൊണ്ടുവച്ചു. പിന്നെ പെട്ടെന്ന് ഇരുന്ന് പോയി മറന്നു. അമ്മ ഇന്ന് വീട്ടിൽ പോവാ. അപ്പൊ അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറികൾ നമ്മൾ പൊട്ടിച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. പോണ നേരത്ത് ചീര അരി നല്ല ഫ്രഷ് ആയിട്ട് കൊണ്ടുപോകാലോ എന്ന് വെച്ചിട്ട് ചീര അരി ഇറങ്ങിയതാ. കൊടുത്തിട്ടുണ്ട്. വായോ അതെ ഇവർക്ക് രാവിലെ അരിഞ്ഞ് ചീര കൊടുത്താട്ടെ. ഇപ്പൊ ഞാൻ ചീര അരിയാൻ പോയപ്പോഴേ ഇവര് വിചാരം ഇവർക്കുള്ളതാന്നാ. വായോ ഇതെല്ലാം അവിടെ നിക്ക. ദാ കല്ലൂടുണ്ടോ? ഓരോരുത്തർ അടിച്ചു വെക്കോ. ഓടി വയ്യോ. അതെ എത്താത്തവർക്ക് താഴെക്കിട്ട് തരാം. എന്നാ നിനക്ക് എന്നാ വാടാ ഇങ്ങോട്ട് മുകളിലേക്ക് നോക്ക്. നിനക്ക് എത്തില്ലേ? എന്നാ ആ നമ്മുടെ വാത്തിനുണ്ടല്ലോ നമ്മുടെ ഈ പ്ലെയിൻ്റെയൊക്കെ കൊത്തണ സ്വഭാവം തുടങ്ങിയിട്ട് അവന്റെ അടുത്ത് മേടിക്കാൻ വരുമ്പോ അവനെ ഓടിപ്പിച്ചു. എന്നാ തിന്നോട്ടാ. അപ്പൊ ഞാൻ കുറച്ച് പച്ചക്കറി പൊട്ടിച്ചു വെച്ചിരുന്നു പറഞ്ഞില്ല. അത് കാട്ടിയായിട്ട് നിന്നിട്ടേക്ക് വേറെ പൊട്ടിച്ചോടെ എന്നുള്ളത്. അപ്പൊ നമ്മളിതാ ഒരു മത്തങ്ങ, അതേപോലെ ഒരു കുമ്പളങ്ങ, പടവലങ്ങ, പിന്നെ നമ്മുടെ എന്താ പറയാ പേരൊക്കെ മറന്നു തുടങ്ങിയില്ല ഈശ്വരാ. കുക്കുമ്പർ ഇട്ടാ, പിന്നെ ചീര, പച്ചമുളക്, പിന്നെ കൂർക്ക പറിച്ചതോടെ ഇരുന്നിരുന്നു. അത് കാരണം അത് പറിക്കാൻ പോണ്ട വന്നില്ല. അപ്പൊ ഇതൊക്കെ ഇനി കവറിലാക്കണം. അമ്മ യാത്ര ആവാനായിട്ട് നോക്കിണ്ടായിരുന്നു. പോയി നോക്കട്ടെ എന്തായിരുന്നു. അയ്യോ അമ്മയുടെ യാത്ര അവല് കഴിഞ്ഞു തുടങ്ങി. അമ്മ പോവാൻ റെഡി ആയി തുടങ്ങിട്ടാ. ഞാൻ ഡ്രസ്സ് പറഞ്ഞമ്മേ. ഞാനേ പച്ചക്കറികൾ കവറിലാക്കണം. അത്ര സമയം മതി. പോവാന്ന് പറഞ്ഞപ്പോ പിന്നെ അമ്മയ്ക്ക് ധൃതിയായി. ഞാൻ ഒറ്റയ്ക്കേ ഞാനും ഷായിരുന്നു അല്ലമ്മേ. ശരി അപ്പൊ ഞാൻ മാറട്ടെ കേട്ടാ. അപ്പൊ നമ്മളിതാ സാധനങ്ങളൊക്കെ കവറിൽ വേഗം ആക്കണം. അതിന് മുന്നായിട്ട് ഒരു 10 മിനിറ്റ് വൈകും അപ്പൊ അമ്മേനെ കൊണ്ടാക്കാനായിട്ടാ. കാരണം നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. അപ്പൊ അവര് വന്നതിന് ശേഷം നമ്മൾ പോവുള്ളൂ. അവര് വെയിറ്റ് ചെയ്തിട്ട് നിൽക്കണേ. അപ്പൊ ഒന്ന് സ്ലോ ആക്കി യാത്ര അവരും പോലൊക്കെ. അയ്യോ മത്തങ്ങ ആദ്യം വെക്കാല്ലേ. ഇത് അമ്മ ചിലപ്പോ പ്ലിങ്ങി പോയാലോ. അവര് തോന്നുന്നുണ്ട്. അവര് വന്നു സോറി അവര് വന്നു. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പൊ നമുക്ക് ഗസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അവരെത്തിട്ടാ. അയ്യക്കേറ് ഗസ്റ്റ് എന്ന് പറയുന്നത് എന്റെ മാമന്റെ മകനാണ്. അതിൽ അമ്മയുടെ മൂത്താങ്ങളയുടെ മകട്ട. അവളെ വൈഫ് അനുസരിച്ച് പിന്നെ അപർണ കുട്ടിയുടെ കല്യാണാണ്. നമ്മുടെ അപർണ കുട്ടിയുടെ എൻഗേജ്മെന്റ് ഒക്കെ നമ്മൾ വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പൊ കല്യാണം ക്ഷണിക്കാനും കൂടിയിട്ടായിട്ട് അവര് വന്നിട്ടുള്ളത്. പിന്നെന്താ വിശേഷം? സുഖം. ഒരു കഴിഞ്ഞത് അതെ. അപ്പൊ നമ്മുടെ ഗസ്റ്റുകൾ കല്യാണം പറഞ്ഞിട്ട് പോയിട്ടാ. അപ്പൊ നമുക്ക് വേഗം ഈ പച്ചക്കറികളൊക്കെ ആക്കണോട് കൂടിയിട്ടല്ല അവര് വന്നത്. അപ്പൊ വേഗം ആക്കാം. അയ്യമ്മ നമ്മുടെ മത്തങ്ങ അടിയിൽ വെക്കിട്ട് അമ്മ കുമ്പളങ്ങ വെക്കാം. എനിക്കിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ കുറേ കല്യാണങ്ങളുണ്ട്. ഡിസംബർ 22-ാം തീയതി കല്യാണം ഉണ്ട്. അപ്പൊ 21, 22 തലേദിവസം അങ്ങനെ. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോ കല്യാണം പറയാൻ വന്നില്ലേ മാമന്റെ മോൻ. 27-ാം തീയതിയാണ് തലേ ദിവസം. 29-ാം തീയതിയാണ് കല്യാണം. 2 കല്യാണം കഴിഞ്ഞില്ലേ. ഇനി
പിന്നത്തെ ആയിട്ട് ജനുവരി 12-ാം തീയതി. അപ്പൊ 11, 12, 13 ഒക്കെ കല്യാണങ്ങളായിട്ട്. അത് തലേ ദിവസം 12-ാം തീയതി കല്യാണം, 13-ാം തീയതി റിസപ്ഷൻ, അങ്ങനെയാണ് 3 ദിവസം അങ്ങനെ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും 17-ാം തീയതി, 18-ാം തീയതി വീണ്ടും കല്യാണം. ഒരു 4 കല്യാണങ്ങളായിട്ട്. 4 കല്യാണം എന്ന് മാത്രല്ല, 4 കല്യാണങ്ങളും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ മെഹന്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ള കാരണം എന്താ പറയാ, ഭയങ്കര തിരക്കാണ്. ഇനി ഇവിടുന്ന് ഡ്രസ് എടുക്കണോ, കുറെ പ്ലാനിങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തായാലും ഇനിയിപ്പോ അമ്മയും പോവാനായിട്ട് എന്താ പറയാ റെഡി ആയിട്ട് നിൽക്കല്ലേ. അല്ലെങ്കിൽ ഞാൻ അമ്മേനെ ഒരാഴ്ച കൂടി പിടിച്ചൊക്കെ നിർത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അമ്മയ്ക്ക് നിക്കണം ഒക്കെ ഉണ്ട്. ഇല്ല അമ്മ നിക്കണമെന്നുണ്ട്. പക്ഷെ അവിടെ ഉണ്ണിയോട് തീരെ സമ്മതിക്കണില്ല. അമ്മ വന്നേ പിന്നെ തുടങ്ങിയത് അച്ഛമ്മ എന്നാ വായോ, അച്ഛമ്മ വായോ എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ അവര് കുട്ടികളുടെ കാര്യത്തില് കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുക്കണ്ടേ, അതുകൊണ്ടാണ് അമ്മ പോണത്. ചീരയും കൂർത്തി നമുക്ക് ഇങ്ങനെ കൈ പിടിക്കാം. അമ്മ പിടിക്കേണ്ടത് വെയിറ്റ് ഉണ്ട് പോലെ നമുക്ക്. അപ്പൊ അമ്മേനതാ ഇവിടെ കൊണ്ടാക്കി പോവാണ്. അമ്മയുടെ കുട്ടികളെ കണ്ടിട്ടില്ലേ ഇതേ അച്ഛമ്മ അവിടെ എത്തുമ്പോഴേക്ക് ഫോൺ വിളിക്കുന്ന 2 പേരായിട്ട് തക്കുട് മാറിയിട്ട് നിൽക്കുന്നുണ്ട്. ചക്കരെ ഓടി വാടാ അമ്മു. അച്ഛമ്മ എന്നാ വാ, അച്ഛമ്മ എന്നാ വാന്ന് ചോദിക്കുന്നവരാണ് ഇവര്. അച്ഛമ്മേനെ ഇവിടെ കൊണ്ടാക്കിണ്ട് അമ്മായി. ഓക്കെ, ഞാൻ അച്ഛമ്മേനെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ തരുമോ? അമ്മു ആണ് അച്ഛമ്മേടെ അടുത്ത് എപ്പോഴും കിടക്കണ ആള്. തക്കുടൂനും ഇഷ്ടമാണ് കേട്ടോ കിടക്കാനായിട്ട്. പക്ഷെ എന്തുകൊണ്ടാ 2 പേരും കിടന്നിട്ട് അച്ഛമ്മ എന്നെ കെട്ടിപ്പിടിക്കും. അതായത് അച്ഛമ്മ ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഒരാൾ പറയും ഇങ്ങോട്ട് തിരിയാൻ കെട്ടിപ്പിടിക്കാൻ, ഒരാൾ പറയും ഇങ്ങോട്ട് തിരിയാൻ. അപ്പൊ അത് കാരണം തക്കുട് എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ അമ്മേടെ അടുത്ത് പോയി കൊടുക്കും. അമ്മ ആണെങ്കിൽ അച്ഛമ്മേടെ അടുത്ത് കൊടുക്കും. പിന്നെ പൊട്ടഞ്ഞപ്പ അമ്മ പോട്ടെ, അല്ല അധികം നോട്ടഞ്ഞി അമ്മ വിടണം കേട്ടോ ഇടയ്ക്ക് അച്ഛമ്മേനെ. പോട്ടെ അമ്മേ തക്കുടു അമ്മ പോട്ടെ പോട്ടമ്മേ. അമ്മേനെ കൊണ്ടാക്കിയിട്ട് നമ്മളിതാ വീട്ടിലെത്തിയിട്ടാ. ഇന്നിപ്പോ വീട്ടിൽ നിൽക്കുമ്പോഴേ എന്തോ ഒരു വിഷമം, ഉള്ളിൽ ഇങ്ങനെ എന്തൊക്കെ വിഷമം അറിയണില്ല. അമ്മ ഇവിടെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും തോന്നുന്നു കേട്ടാ. എപ്പോഴും കയറി വരുമ്പോ ഒരാളുള്ള പോലെയാണ്. നമുക്ക് നിർത്താല്ലേ. അപ്പൊ നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോ കാണാം.